ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലിയാസ് വേൾഡ്. സോ ഇന്ന് ഞാൻ പേഷ്യൻ്റ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുറേ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. സോ അവരെയൊക്കെ നമ്മൾ വീട്ടിൽ എങ്ങനെ കെയർ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് അവർക്ക് നമ്മൾ കെയർ കൊടുക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നത്. ഇതൊക്കെ ഞാൻ പാർട്ട് ബൈ പാർട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ ബാക്ക് കെയറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസുമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ബാക്ക് കെയർ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻസ് ഒരേ പൊസിഷനിൽ തന്നെ കുറേ നേരം ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ ദേഹത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും. മെയിൻലി ഈ പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറയും, അതായത് നമ്മുടെ നട്ടലിൻ്റെ ആ ഭാഗം, ഷോൾഡറിൻ്റെ സൈഡായിട്ട് റീജിയൻ, അവിടെയൊക്കെ പ്രഷർ കൂടി ഒരേ പൊസിഷനിൽ കിടക്കുമ്പോൾ റെഡ്നെസ് വരും, ബ്ലിസ്റ്റേഴ്സ് വരും. അപ്പോൾ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ്നെസ് പിന്നെ അവിടെ ചെറുതായിട്ടൊന്ന് സ്കിൻ ഒരയും, പൊട്ടി അങ്ങനെയാണ് ഈ ബെഡ് സോറിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കത് മാനേജ് ചെയ്തൊന്ന് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ആ പേഷ്യൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ത്രൂ ഔട്ട് ബോഡി ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം. അതായത് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി നമ്മൾ ബാക്ക് കെയറും കൂടെ കൊടുക്കും. അപ്പോൾ എപ്പോഴൊക്കെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം? സോ എവറി സെക്കൻഡ് ഹവറിൽ, ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ഒരാളാണ്, ബെഡ് റിഡൻ എന്ന് പറയുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാണ്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് കിടത്താം, റൈറ്റ് സൈഡിലേക്ക് കിടത്താം, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്താം. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും കിടത്തുമ്പോൾ ബാക്കിൽ 2 പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യുക, കാലിൻ്റെ ഇടയ്ക്ക് ഒരു പില്ലോ വയ്ക്കുക, കൈയുടെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ പില്ലോ വയ്ക്കുക, തലയുടെ അവിടെ സപ്പോർട്ട് ചെയ്യുക. അതായത് അവർക്ക് സ്വന്തമായിട്ട് കിടക്കാൻ പറ്റത്തില്ല, അവർ ലെഫ്റ്റിലേക്ക് നമ്മൾ കിടത്തിയാലും അവർ കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു വരും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പില്ലോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് 2 മണിക്കൂർ കിടത്തി കഴിയുമ്പോൾ റൈറ്റിലേക്ക് പിന്നെ സ്ട്രെയിറ്റ് നേരെ കിടത്തുക. ഇപ്പോൾ പേഷ്യൻറ്റിന് ഇച്ചിരിയൊക്കെ ഒരു ഓറിയൻറ്റഡ് ആയിട്ട് ബോധമൊക്കെ ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കവരെ കുറച്ച് നേരം ഇരുത്താം. അതായത് നമ്മളിപ്പം ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളവരെ കുളിപ്പിക്കുമല്ലോ, കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കസാരയിൽ ഇരുത്തിയിട്ട് പില്ലോ വെച്ച് ഫ്രണ്ടിൽ 2 പില്ലോ ഒക്കെ വെച്ച് കൈയുടെ സൈഡിലൊക്കെ പില്ലോ വെച്ച് അവരിങ്ങനെ മുന്നോട്ടേക്ക് ചാഞ്ഞു പോവാതെ അവരെ അങ്ങനെ ഇരുത്താൻ നമുക്ക് പറ്റും. സോ ഇതൊക്കെയാണ് പൊസിഷൻസ്. അപ്പോൾ ഈ പൊസിഷൻസ് നമ്മൾ എപ്പോഴും 2 മണിക്കൂർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് നമ്മൾ ബാക്ക് കെയർ കൊടുക്കുന്ന സമയത്ത് ബാക്ക് മെല്ലെ ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടാപ്പ് ചെയ്യാന്ന് ഇങ്ങനെ കൊട്ടിക്കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഈ ഒരേ പൊസിഷനിൽ കിടക്കുമ്പോൾ അവിടെ ഈ കഫമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും ചെസ്റ്റിൽ. സോ ആ കഫമൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് ന്യൂമോണിയ പോലത്തെ കോംപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നിട്ടുണ്ടായിരിക്കും, അതായത് എന്തെങ്കിലും ഓയിലോ അല്ലെങ്കിൽ പൗഡർ എന്താണ് പേഷ്യൻ്റ് ഇടാൻ പറഞ്ഞിരിക്കുന്നത് അത് ബാക്ക് കെയർ കൊടുത്തു കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പേഷ്യൻ്റെ പുറത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പൊസിഷൻ കൊടുക്കുക. സോ ഫസ്റ്റ് പേഷ്യൻ്റ് ഒരു സൈഡിലേക്ക് ടേൺ ചെയ്യുക, ബാക്ക് കെയർ നല്ലപോലെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ വരുന്നില്ല ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ഒരടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാരണം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാട്ടോ. അപ്പം ബാക്ക് കെയർ കൊടുത്തിട്ട് പേഷ്യൻ്റെ ബാക്ക് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പൊസിഷൻ കൊടുക്കുക. ഇതാണ് ഒരു റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, എപ്പോഴും ബാക്ക് കെയർ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ബെഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വാട്ടർ മാറ്റേഴ്സ് അല്ലെങ്കിൽ എയർ മാറ്റേഴ്സ് ഇതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഒത്തിരി ഫ്രിക്ഷൻ വരാത്ത രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഇടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ബെഡ്ഷീറ്റ് ഒത്തിരി ഇങ്ങനെ ചുരുങ്ങി കിടക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരാൾ ഒരു പൊസിഷനിൽ തന്നെ കുറേ നേരം കിടന്നു, ആ ബെഡ്ഷീറ്റെല്ലാം ചുരുങ്ങി ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പാടുകൾ വരും. ഈ പാടുകൾ വരുന്നിടത്തൊക്കെ പൊട്ടലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ
കിടക്കുന്നത് ശ്രദ്ധിക്കണം. സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പെർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോ ആയിട്ട് വരും കേട്ടോ. ബൈ ബൈ.